കാട്ടുരാജാവും മന്ത്രിയും എന്തോ ഒരു ചർച്ചയിൽ. രാജാവേ, നിങ്ങൾക്ക് കുശാലാണല്ലോ. കാട്ടിൽ ദിവസവും ഓരോ മൃഗങ്ങളെ പിടിച്ചു തിന്നാം. അതെന്താ മന്ത്രി? കാട്ടുരാജാവായതുകൊണ്ട് ആരും ചോദിക്കാനില്ലല്ലോ. പിന്നെ ഇവരെയൊക്കെ പിടിക്കാനുള്ള കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചു തരുന്നത് നീയല്ലേ മന്ത്രി? അങ്ങനെയിരിക്കെ ഒരു ദിവസം പാണ്ഡു ഡിങ്കനെ കാണുന്നു. എടാ, കാട്ടുരാജാവ് നിന്നെ മന്ത്രിയാക്കിയതോടെ നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടല്ലേ? കണ്ടാൽ മിണ്ടുന്നത് പോലും ഇല്ലല്ലോടാ. നിന്നോടൊക്കെ മിണ്ടിയിട്ട് എന്തിനാ? നീ ആരാ? വെറും ഒരു കാട്ടു ജന്തു. പക്ഷെ ഞാനോ ഈ കാട്ടിലെ രാജാവിന്റെ കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിശാലിയായ മന്ത്രി. ഇതൊന്നും പറഞ്ഞാൽ മണ്ടനായ നിനക്കൊന്നും മനസ്സിലാവില്ല. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ ഡാ വാടാ എന്നൊക്കെ വിളിച്ചാൽ നീ ആയിരിക്കും കാട്ടുരാജാവിന്റെ അടുത്ത ഇര. സൂക്ഷിച്ചോ. ഞാൻ വിചാരിച്ചാൽ നിന്നെ രാജാവിന്റെ ഭക്ഷണമാക്കാൻ എനിക്ക് പറ്റും. അത് മറക്കണ്ട. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ പോയേക്കാം. 1 hour later. 12 seconds later. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ പാണ്ഡു വല്ലാതെ മാറി. രാജാവിന്റെ വലം കൈ ആയതോടെ അവന് ഭയങ്കര അഹങ്കാരമായി. അതെ, ഇന്ന് ഞാൻ അവനെ കണ്ടിരുന്നു. ആ പഴയ പാണ്ഡു ഒന്നുമല്ല. ദേഷ്യം വന്നപ്പോൾ എന്നെ കാട്ടുരാജാവിന്റെ ഭക്ഷണമാക്കുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ചു തിരിച്ചു പോന്നു. അവൻ ഇത്ര അഹങ്കാരിയാകും എന്ന് ഞാൻ വിചാരിച്ചില്ല. പാണ്ഡു ഭയങ്കര വിശപ്പ്. നമ്മുടെ കാടിന്റെ പടിഞ്ഞാറേ വശത്തിൽ പുൽമേടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കുതിരയുണ്ടല്ലോ, അവന്റെ പേരെന്താ? നമ്മുടെ ശൂരൻ കുതിര. അവനെ ഒന്ന് തിന്നണം. കുറേ നാളത്തെ മോഹമാണ്. നല്ല വലിപ്പമുള്ള കുതിരയാണവൻ. അതെ രാജാവേ, കുറെ മാംസം കിട്ടും. ഞാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ പാണ്ഡു ശൂരൻ കുതിരയെ കാണുകയും ഓരോ തന്ത്രങ്ങൾ പറഞ്ഞു പറ്റിച്ച് രാജാവിന്റെ ഇരയാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദിവസം. അയ്യോ, രക്ഷിക്കൂ! പാണ്ഡു ഒരു വലിയ വലയിൽ കുടുങ്ങുന്നു. എന്നെ രക്ഷിക്കണേ! എടാ ഡിങ്ക, എന്നെ രക്ഷിക്ക്! ഏതോ മനുഷ്യര് വെച്ച കെണിയിൽ ഞാൻ പെട്ടു. താങ്കൾ രാജാവിന്റെ മന്ത്രിയല്ലേ? കൂടുതൽ സംസാരിച്ചാൽ എന്നെ രാജാവിന്റെ ഇരയാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പോട്ടെ. എന്നോട് ക്ഷമിക്കടാ, ഞാൻ അഹങ്കരിച്ചു. അത് തെറ്റാണ്. മാപ്പ് ചോദിക്കുന്നു. എന്നെ രക്ഷിക്ക്. ശരി ശരി, ഞാൻ ആരെയെങ്കിലും കൂട്ടിയിട്ട് വരാം. വേഗം വാടാ, അല്ലേ ആ മനുഷ്യർ വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോകും. വരാം. അങ്ങനെ ഡിങ്കൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് പാണ്ഡുവിനെ രക്ഷിക്കുന്നു. എന്നോട് ക്ഷമിക്ക് ഡിങ്ക. പോട്ടേടാ, ഡായെന്നൊക്കെ വിളിക്കാലോ അല്ലേ? കാട്ടുരാജാവിനെ കൊണ്ട് പിടിക്കാൻ പറയില്ലല്ലോ. അഹങ്കാരം ആപത്താനു പാണ്ഡു, അത് മറക്കണ്ട.